പാകിസ്ഥാനെ വെട്ടിമുറിച്ച് 3 കഷ്ണമാക്കും. ഇത് ഇന്ത്യക്കാർ പറയുന്നതല്ല. നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്, പാകിസ്ഥാനെ മുടിക്കാവുന്നത്രയും മുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ. കാരണം അത്രമേൽ നമ്മളെ ദ്രോഹിക്കുന്നൊരു രാജ്യമാണ് പാകിസ്ഥാൻ. മതത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാരിൽ ഇന്നും ഹിന്ദുക്കൾ കുറേ ബാക്കി നിൽക്കുന്നു, അവരെയൊക്കെ തീർക്കണമെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ 2ഓ 3ഓ കഷ്ണമായിട്ട് മുറിക്കണം, വേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാവും എന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുന്നു റഷ്യയുടെ ഉപപ്രധാനമന്ത്രി മറാറ്റ് ഗുസ്നുലിൻ. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെ അഭിപ്രായമൊന്നും പറയാത്ത രാജ്യമാണ് റഷ്യ. റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് റഷ്യയുടെ പ്രസിഡൻ്റായ പുടിൻ അറിഞ്ഞ് തന്നെയായിരിക്കും. പുടിൻ അറിയാതെ റഷ്യയിൽ ഒരു ഈച്ച പോലും പറക്കില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മറാറ്റ് ഗുസ്നുലിൻ ഇങ്ങനെ പറഞ്ഞത്? ഈ പറഞ്ഞ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ബ്രിക്സ് സമ്മിറ്റ് 12-ാം തീയതി ആരംഭിക്കുകയാണ്. പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ചില നടപടികൾ ആവശ്യമുണ്ട്. നമുക്കറിയാം, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ അമേരിക്കയുടെ വിലക്കൊക്കെ ഉണ്ടെങ്കിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. റഷ്യയ്ക്ക് ഇന്ത്യ യുദ്ധത്തിനുള്ള പണം നൽകുന്നത് ഇന്ത്യയാണെന്ന് ട്രംപ് പറയുന്നു. റഷ്യൻ വാർ മെഷീനുള്ള പണം കൊടുക്കുന്നത് ഇന്ത്യയാണെന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം. നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ചിലർ പറയുന്നത് പോലെ ഈ ട്രംപ് വരട്ടിയതുകൊണ്ട് എണ്ണ വാങ്ങുന്നതൊന്നും നമ്മൾ നിർത്തിയില്ല. കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ മാസവും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. മാത്രമല്ല, ഉക്രൈൻ്റെ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ ചില റിഫൈനറികൾ കേടായപ്പോൾ ക്രൂഡ് കൊണ്ടുവരുന്ന അതേ കപ്പലിൽ തന്നെ റിഫൈൻ ചെയ്ത പെട്രോളും ഡീസലും നമ്മൾ റഷ്യയ്ക്ക് തിരിച്ചു കൊടുത്തു. തിരിച്ച് നമ്മൾ വിറ്റു. ഇങ്ങോട്ട് വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് റഷ്യക്ക് എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റഷ്യയ്ക്ക് ഒരു ആപത്ത് വന്നപ്പോൾ റഷ്യയെ എണ്ണ വാങ്ങിയും എണ്ണ കൊടുത്തും സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് തുടരണം. അപ്പോൾ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ഒന്ന്, ഹോർമുസ് വലിയ പ്രശ്നമാണ് എണ്ണ കൊണ്ടുവരുന്നത്. അവിടെ അമേരിക്കയും ഇറാനും ചേർന്നുണ്ടാക്കുന്ന അലമ്പുകൾ. അതുകൂടാതെ ബോട്ട്പോറസ് വഴിയും കൊണ്ടുവരുന്നത് കടൽ മാർഗം ഭയങ്കര റിസ്ക്കാണ്. അതിനെന്താ വഴി? അതിനുള്ള വഴിയായിട്ട് റഷ്യൻ ഉപപ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വേണ്ടി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു റെയിൽ പാത ഉണ്ടാക്കാം, എന്നിട്ട് ട്രെയിനിൽ കൊണ്ടുവരാം. കേൾക്കുമ്പോൾ ഐഡിയ കൊള്ളാം, പക്ഷേ എങ്ങനെ പറ്റും? അതിൻ്റെ റൂട്ട് എന്താ? റൂട്ട് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക്, ഇറാനുമായിട്ടും റഷ്യയ്ക്ക് നല്ല ബന്ധമാണ്. അഫ്ഗാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. പക്ഷേ പിന്നീട് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് കയറണം. പാകിസ്ഥാൻ സമ്മതിക്കുമോ ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ കൊണ്ടുവരാൻ? അപ്പോഴാണ് റഷ്യൻ ഉപപ്രധാനമന്ത്രി പറയുന്നത്, അങ്ങനെ പോകുമ്പോൾ തടസ്സം പാകിസ്ഥാനാണല്ലോ, പക്ഷേ നമ്മുടെ റൂട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് റൂട്ട് ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ വഴി മാറ്റാം. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ്. ഇന്ത്യയുടെ ഭാഗമാണ് പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്ന POK. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അതിലൂടെ നമുക്ക് റെയിൽ റൂട്ട് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ എതിർക്കുമല്ലോ. പാകിസ്ഥാൻ എതിർത്താൽ എന്ത് ഓപ്ഷനും ഞങ്ങൾ സ്വീകരിക്കും. റഷ്യൻ ഉപപ്രധാനമന്ത്രി പറയുക, എന്ത് ഓപ്ഷനും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? POK പിടിക്കാൻ ഇന്ത്യയെ സഹായിക്കും, പിടിച്ചു കൊടുക്കും. അപ്പോൾ നോക്കൂ, റഷ്യയും ചൈനയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ചൈനയ്ക്ക് പാകിസ്ഥാനോട് കുറേ മമതയൊക്കെ ഉണ്ട്, പക്ഷേ റഷ്യയെ പിണക്കിക്കൊണ്ട് ഒരു നിലപാട് ചൈന എടുക്കില്ല. അപ്പോൾ റഷ്യ POK പിടിക്കുന്ന കാര്യത്തിൽ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ വഴി ഈ പാത വരാൻ ആഗ്രഹിച്ചാൽ ചൈന മിണ്ടില്ല, ഇന്ത്യയും മിണ്ടില്ല. ഇന്ത്യ മറ്റൊന്നുകൂടി മൗനം കൊണ്ട് അനുവദിക്കും. തായ്വാൻ പിടിക്കാൻ ചൈന പോയാൽ ഇന്ത്യ മിണ്ടാതിരുന്നാൽ പോരെ. ഇതാണ് ജിയോ പൊളിറ്റിക്സിലെ കളികൾ. ഇനി മാത്രമല്ല, രണ്ടാമതൊരു ഓപ്ഷൻ കൂടി അദ്ദേഹം പറയുന്നുണ്ട്, മറാറ്റ് ഗുസ്നുലിൻ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു റൂട്ടുണ്ട്, സിന്ധ് വഴി ബലൂചിസ്ഥാൻ. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരും, ബലൂചിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറാം. സിന്ധ്, കറാച്ചി ആ വഴി വരാം. അപ്പോൾ സിന്ധ് പാകിസ്ഥാൻ്റെ ഭാഗമല്ല. വേണമെങ്കിൽ സിന്ധിങ് പിടിക്കണം. ആര് പിടിക്കും? റഷ്യൻ പ്രസിഡന്റ് പറയുന്നു, എന്ത് ഓപ്ഷനും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ
ഒന്ന് സഹായിച്ചു കൊടുത്താൽ, ഒന്ന് പതുക്കെ തള്ളിക്കൊടുത്താൽ ബലൂചിസ്ഥാനെങ്കിൽ പോരും ഇന്ത്യ ഒന്ന് കൂടെ നിന്നാൽ മതി, റഷ്യ കൂടെ വരും. പാകിസ്ഥാനെ അപ്പോഴും മുറിക്കാം, സിന്ധ് മുറിച്ചെടുക്കാം. സിന്ധിൽ തന്നെ ഇപ്പോൾ തന്നെ സിന്ധ് ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ പാകിസ്ഥാനികളല്ല എന്ന് പറഞ്ഞ് സിന്ധിൽ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ എപ്പോൾ വേണേലും പോരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതിനും റഷ്യ തുണയാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം, POK തിരിച്ചുപിടിക്കൽ, സിന്ധിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഇതിനെയൊക്കെ റഷ്യ പരോക്ഷമായി എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു റൂട്ടൂടെ പറയുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വഴി വരാം. അങ്ങനെയും റൂട്ടുണ്ട്. ഇത് 3 റൂട്ട് എടുത്താലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ്റെ ഭൂമി കൂടെ വരണം. പാകിസ്ഥാൻ്റെ ആ പ്രദേശം ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞാൽ POK ഇങ്ങോട്ട് പോരും, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഇങ്ങോട്ട് പോരും, സിന്ധിലൂടെയാണെങ്കിൽ സിന്ധ് വേർപെട്ട് പോകും. അപ്പോൾ പാകിസ്ഥാനെ 3 കഷ്ണമാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നു. എന്തിനാണ്? റഷ്യയെ സംബന്ധിച്ചൊരു എണ്ണ റഷ്യയുടെ പ്രധാനപ്പെട്ട ജീവരക്തമാണ്. അത് വിറ്റേ പറ്റുള്ളൂ, ഇന്ത്യക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയും വലിയ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടും കൂസാതെ, തരിമ്പും വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യണ്ടേ? അത് ഞങ്ങളുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല, ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. തിരിച്ചൊരാവശ്യം വന്നാൽ സംസ്കരിച്ച എണ്ണ തിരിച്ച് റഷ്യയിലേക്ക് തരാനും ഇന്ത്യയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുമായി ഈ റെയിൽ കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യയേക്കാൾ താല്പര്യം റഷ്യക്കാണ്. അതിന് പാകിസ്ഥാൻ വഴിയിൽ നിന്നാൽ പോയി പണി നോക്കട എന്ന് പറയാം. ഇതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. റഷ്യ ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായി വരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് റഷ്യൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മറാറ്റ് ഗുസ്നുലിൻ്റെ ഈ പ്രസ്താവന എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ പത്രങ്ങൾ വല്ലതും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഇതൊന്നും വാർത്തയല്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനെ 3 കഷ്ണമായിട്ട് മുറിക്കണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് മാർഗവും സ്വീകരിക്കുമെന്നൊക്കെ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ പാകിസ്ഥാൻ അനുകൂലികളായ ഇന്ത്യക്കാരൻ്റെ വേഷം ധരിച്ച്, ഇന്ത്യക്കാരൻ്റെ വേഷമല്ല, വേഷവും പാകിസ്ഥാൻ്റെയാണ്, ചില ആളുകളെ കണ്ടിട്ടില്ലേ? അഫ്ഗാനിസ്ഥാനെ പോലെ താടി നീട്ടി വളർത്തിയിട്ട് അതിൽ മൈലാഞ്ചി പൂശി നടക്കും. അഫ്ഗാനിസ്ഥാനികളെ പോലെ വലിയ നീളം കൂടിയ ലോഹയിട്ട് നടക്കും. കണ്ടാൽ അഫ്ഗാനിയാണെന്ന് തോന്നും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഇന്ത്യക്കാരാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യക്കാരാണെന്ന് ഭാവിക്കുന്ന കുറേ ആളുകൾ, അത്രയും ഭാവനയേ ഉള്ളൂ. കൂറ് മുഴുവൻ അവിടെയാണ് ഇത്തരക്കാർക്ക്. എല്ലാവരെയും അപേക്ഷിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചില ആളുകളുടെ കൂറ് അവിടെയാണ്. അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് വെക്കാൻ തീരുമാനിച്ചതിലും 2 മലയാളികളുണ്ട്. ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കാരെന്ന് ഭാവിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറയാതെ വയ്യ. ഏതായാലും അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും പറയില്ല. പറയാൻ ഇന്ത്യ ലൈവിനെ പോലെയുള്ള മാധ്യമങ്ങളേ ഉള്ളൂ. മറ്റുള്ളവർ മറച്ചു വെക്കുന്ന വാർത്തകൾ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.